പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ കുടിവെള്ളത്തിനായി രൂപീകരിച്ച പദ്ധതി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അച്ചൻകോവിൽ നദി കടന്നുപോകുന്ന വ്യാഴിക്കടവിൽ തടയണ നിർമ്മിച്ചാണ് പദ്ധതി ആരംഭിക്കേണ്ടത്. വേനൽ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. പ്രധാനപ്പെട്ട നദികളിലേക്ക് ജലാശയങ്ങളിലേക്ക് വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ചൻകോവിലാറ്റിൽ ഒരു തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ആ തടയണ ഇപ്പോൾ അച്ചൻകോവിലാറ്റിലെ വെള്ളം താഴ്ന്ന നിലയിലായതുകൊണ്ട് ആ തടയണ യാഥാർത്ഥ്യമാക്കിയാൽ പ്രമാടം ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധജലം എത്തിക്കുന്നുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ റോബിൻ പീറ്ററാണ് നമ്മളോടിപ്പം ചേരുന്നത്. റോബിന്, എങ്ങനെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത്? ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ് പ്രമാടം പഞ്ചായത്ത്. 2 വില്ലേജുകളിലായി 20 വാർഡുകളുള്ള ഒരു പഞ്ചായത്താണ് പ്രമാടം പഞ്ചായത്ത്. ഇന്ന് നിലവിൽ ആ ഒരു പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ദീർഘമായ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിൽ ഉള്ളത്. എന്നാൽ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ, ആ പ്രദേശത്തുള്ള ഗുണഭോക്താക്കളെ ചേർത്തുകൊണ്ടുള്ള ഏതാണ്ട് 20ഓളം ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഇന്ന് പ്രമാടം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പ്രമാടം പഞ്ചായത്തിനൊരു സമഗ്രമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാകണം എന്ന് ശ്രീ അടൂർ പ്രകാശ് ഇവിടെ MLA ആയിരുന്ന കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച് അതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഗ്രാമപഞ്ചായത്ത് വാങ്ങി, അന്നത്തെ ഭരണസമിതി വാങ്ങി നൽകി, അത് വാട്ടർ അതോറിറ്റിയെ ഏൽപ്പിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് ഗവൺമെന്റ് മാറി അദ്ദേഹം MP ആയി പോയ ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പുതിയ ഗവൺമെന്റ് വന്ന് ഒരു ഉദ്ഘാടനം പൂങ്കാവ് ജംഗ്ഷനിൽ സമഗ്രമായിട്ടുള്ള ഏതാണ്ട് 101 കോടി രൂപയോളം 100 കോടി രൂപയിലധികം വരുന്ന ഒരു കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു നിർമ്മാണ ഉദ്ഘാടനം പൂങ്കാവ് ജംഗ്ഷനിൽ നടക്കുകയുണ്ടായി. അപ്പൊ നമ്മളെല്ലാം കരുതിയിരുന്നത് വളരെ പെട്ടെന്ന് ഈ പദ്ധതി വരാൻ പോകുന്നു എന്നായിരുന്നു നമ്മളുടെ കണക്കുകൂട്ടൽ. പക്ഷെ നമ്മൾ കണ്ടത് ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തുമെല്ലാം കുറെ പൈപ്പിട്ട് സഞ്ചാരയോഗ്യമായിരുന്ന റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയത് ഒഴിച്ചാൽ ഈ സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമവും മുന്നോട്ട് പോയില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അച്ചൻകോവിലാറ്റിൽ വരൾച്ച കാലത്ത് വെള്ളം കുറവ് വരുമ്പോൾ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആറ്റിൽ ഒരു തടയണ നിർമ്മിക്കുകയും അതിനോടനുബന്ധമായി പുതിയ ഒരു ടാങ്കും പുതിയ ഒരു ആറ്റിൽ, അച്ചൻകോവിലാറ്റിൽ തന്നെ പുതിയൊരു കിണർ, പുതിയൊരു പമ്പ് ഹൗസ്, അതുപോലെ തന്നെ ശുദ്ധമായ ജലം ജനങ്ങൾക്ക് ലഭ്യമാകണം എന്നുള്ളത് കൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ്, പുതിയ പമ്പിംഗ് ലൈൻ, ഇതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ ഉയർന്ന സ്ഥലങ്ങളായിട്ടുള്ള 2 സ്ഥലങ്ങളിൽ, അതൊന്ന് നമ്മളുടെ ഇപ്പോൾ പ്ലാക്കൽ മുരിപ്പ് ഐരേത്തുവിള ടാങ്കിന് സമീപം പുതിയ ഒരു ടാങ്ക് നിർമ്മിക്കുന്നതിനും, അതോടൊപ്പം തന്നെ കൊച്ചുമല ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള ഏതാണ്ട് പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്ത് പുതിയൊരു ടാങ്ക് നിർമ്മിച്ച് ഈ പഞ്ചായത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം. പക്ഷെ ഇന്ന് ഈ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച് കുറച്ച് പൈപ്പ് ഇട്ട് പോയതല്ലാതെ ഒന്നും നടപടിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 4-5 തവണ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ടെൻഡർ നടപടികൾ നടത്തി, അതാരും എടുത്തിട്ടില്ല. കാരണം അതിന് പണമില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ, കരാറുകാർ ഇത് ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി മാറുന്ന ഈ കുടിവെള്ള പദ്ധതി, വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിച്ചില്ലെങ്കിൽ അത് വളരെയേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. അച്ചൻകോവിലാറ്റിന്റെ ഏത് ഭാഗത്താണ് ഈ തടയണം? ഇപ്പോൾ നിലവിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ആറ്റിലുള്ള കിണർ സ്ഥിതി ചെയ്യുന്നത് പാറക്കടവ് പാലത്തിന് താഴ്വശത്തായി വെട്ടിക്കാലിൽ കടവെന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നിലവിലുള്ളത്. പക്ഷെ അതെല്ലാം കാലഹരണപ്പെട്ടു പോയി. അവിടെ ആറ്റിലെ വെള്ളം അതേപോലെ തന്നെ, ഗാലറി ഒന്നുമില്ല, നേരെ വെള്ളം ഈ ആറ്റിലെ കിണറിലേക്ക് പതിക്കുകയും അത് പമ്പ് ചെയ്താണ് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകാനും, വരൾച്ച ഉണ്ടായാൽ പോലും ഈ പദ്ധതിയിൽ വെള്ളം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് അന്ന് കണക്ക് കൂട്ടിയെടുത്ത എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴിക്കടവിലാണ് പുതിയ ആറ്റിലെ കിണറും പമ്പ് ഹൗസും ഒക്കെ വരുന്നത്. അവിടെയാണ് ഈ പുതിയ പദ്ധതിയുടെ പമ്പ് ഹൗസ് ഉൾപ്പെടെ കിണർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ശുദ്ധജലക്ഷാമത്തിനുള്ള നടപടികളൊക്കെ എടുത്തിട്ടുള്ളത്?
ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള ചുമതലകൾ. പക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ ബഡ്ജറ്റ് ഇന്നലെ അവതരിപ്പിച്ചു. ഈ വർഷത്തെ പദ്ധതി കേരളത്തിൽ ആദ്യമായി പദ്ധതി സമർപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത്. അതിലെല്ലാം നമ്മൾ ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഈ വർഷവും ഞങ്ങൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ചെറുകിട കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും പുതിയ ചെറുകിട പദ്ധതികൾ ആരംഭിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഈ വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ഈ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.